ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവ് മനസ്സില്ലാ മനസ്സോടെ ഹൈദരാബാദിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കാറ് വന്ന ശേഷം പ്രണവ് പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രണവ് പോയി കഴിഞ്ഞ ശേഷം വസുന്ധരയാണെങ്കിലോ ടെൻഷൻ ആവുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പ്രണവ് പോയി കഴിഞ്ഞാൽ ശിവാനിയുമായിട്ടുള്ള അടുപ്പം ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ മതിയാവൂ എന്നൊക്കെയാണ് കേട്ടോ വസുന്ധര ചിന്തിച്ചു കൂട്ടുന്നത്. പ്രണവ് പോയി കഴിഞ്ഞ ശേഷം ഗൗതമും നിധിയും പാറുവും കൂടി സംസാരിക്കുകയാണ്. ഇനി അമ്മ എത്രയും പെട്ടെന്ന് പ്രണവ് തിരിച്ചു വരുന്നതിൻ്റെ മുന്നേ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി അവൻ്റെ കല്യാണം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് അവർ സംസാരിക്കുന്നത്. ഈ സമയം പ്രണവ് എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് കാറിലിരുന്ന് ഇങ്ങനെ ആലോചനയിലാണ്. ശിവാനിയും ഒത്തുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ശിവാനി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതും പിന്നീട് ഹോട്ടലിൽ പോയി രണ്ടുപേരും ഭക്ഷണം കഴിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ശിവാനിയെക്കുറിച്ച് പ്രണവ് ചിന്തിക്കുന്നത്. അങ്ങനെ പ്രണവിനോട് ശിവാനി പറയുന്നുണ്ട്, എന്ത് പ്രതിസന്ധി വന്നാലും എന്നെ കൈവിട്ട് കളയരുത്. എൻ്റെ ജീവിതത്തിൽ നിന്നും പ്രണവിനെ നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യം ശിവാനി പറഞ്ഞതൊക്കെയാണ് കേട്ടോ പ്രണവ് ചിന്തിക്കുന്നത്. അങ്ങനെ ടാക്സി ഡ്രൈവറോട് പറയുകയാണ്, കാർ ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞിട്ട് പ്രണവ് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇവിടെ നിർത്തുന്നത്? എയർപോർട്ടിലേക്ക് എത്താൻ വഴുകുമല്ലോ എന്ന് പറയാണ്. അപ്പോൾ അയാളോട് പ്രണവ് പറയാണ്, പോയിക്കോളൂ, ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയണേ. അല്ല, ഗൗതം സാർ എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ടാക്സി ഡ്രൈവറെ പറഞ്ഞയക്കാൻ കേട്ടോ. എന്നിട്ട് പ്രണവ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല, എന്നെ ഇവിടെ നിന്നും ഹൈദരാബാദിലേക്ക് പറഞ്ഞയക്കാൻ അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് എന്തിനാന്നൊക്കെ എനിക്കറിയാം. ശിവാനിയുമായി ഞാൻ അകലാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ശിവാനി തന്നെ ആയിരിക്കും എന്നൊക്കെ പ്രണവ് ചിന്തിക്കുകയാണ്. പിന്നീട് ഗൗതമും നിധിയും കൂടി സംസാരിക്കുകയാണ്. അല്ല, പ്രണവ് ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഹൈദരാബാദിലെ ലേബർ ഇഷ്യൂ എങ്ങനെ തീർക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് അവിടെ ഒരു പ്രശ്നവുമില്ല. അവിടെ ഉണ്ടായിരുന്നു, ലേബർ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെറുതെ പ്രണവിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാനേജറെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ടൊരു പ്രശ്നമുള്ളതുപോലെ അവിടെ ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പ്രണവ് ചെന്ന ശേഷം അത് സോൾവ് ആക്കി എന്നുള്ളതൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാനേജറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ നിധി പറയുന്ന ആളൊരു ബുദ്ധിമാൻ തന്നെയാണല്ലോ. എന്തായാലും പ്രണവ് വരുന്നതിൻ്റെ മുന്നേ ഇനി പ്രണവിന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തണം എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അതൊക്കെ പാറു അമ്മ ഏറ്റോളും. പാറു അമ്മ ഒരു ബ്രോക്കറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പാറുവും കൂടി നാളെ തന്നെ ആ പെൺകുട്ടിയെ പോയി കാണണം എന്നൊക്കെ പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, എൻ്റെ ഗൗതമിനെ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിധി ഗൗതമിനെ വാക്കുകൾ കൊണ്ട് പ്രശംസിപ്പിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഗൗതം നിധിയോട് പറയുന്നുണ്ട്, വാക്കുകൾ കൊണ്ടുള്ള പ്രശംസ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ച് നിധിയുടെ അടുത്തേക്ക് ചെന്ന് നിധിയോട് അടുത്ത് നിൽക്കുകയാണ്. എത്ര തന്നെ അവാർഡ് കിട്ടിയാലും ഭാര്യയുടെ ഈ വാക്കുകൾ കൊണ്ടുള്ള പ്രശംസ മാത്രം മതി, എല്ലാ അവാർഡിനേക്കാളും വലുതായിട്ട് മറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിധിയോട് ചേർന്ന് നിന്നിട്ട് നിധിയുടെ അടുത്ത് നിന്ന് ഒരു ഉമ്മ വാങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ആ മതി മതി, എവിടേക്കാണ് ഈ വരുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അങ്ങ് മാറി നിൽക്ക് എന്ന് പറയുമ്പോൾ, അല്ല, ജോത്സ്യർ പറഞ്ഞ വാക്ക് നിനക്ക് ഓർമ്മയില്ലേ? നമ്മുടെ ജീവിതത്തിൽ 3 കുഞ്ഞുങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങണ്ടേ? ഇനിയിപ്പോൾ പ്രണവിൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ് ആദ്യം കുഞ്ഞ് ജനിക്കുകയെങ്കിൽ അപ്പോൾ നമ്മളല്ലേ തോറ്റു പോകുന്നത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇതെന്താ മത്സരമാണോ? ഒന്ന് വെറുതെ ഇരിക്കുക ഗൗതം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറയുമ്പോൾ, ഇതാണ് ഏറ്റവും വലിയ കാര്യം, നീ എനിക്ക് 3 കുഞ്ഞുങ്ങളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതല്ലേ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുക കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, 3 കുഞ്ഞുങ്ങളെയല്ല 10 കുഞ്ഞുങ്ങളെ വരെ എൻ്റെ ഗൗതമിന് തരാൻ എനിക്ക് സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് പ്രണവ് ശിവാനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. ശിവാനിയെ അശോകൻ റൂമിലിട്ട് പൂട്ടിയത് കൊണ്ട് തന്നെ ഫോണൊക്കെ പുറത്തായിരിക്കും കേട്ടോ. അങ്ങനെ ഫോൺ അടിക്കുന്ന ആ ഒരു സൗണ്ട് കേട്ട് ശിവാനി പറയുന്നുണ്ട്, അമ്മേ, ഈ കഥകൊന്ന് തുറക്കമ്മേ, എൻ്റെ ഫോൺ അടിക്കുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവരാരും തന്നെ അത് കേൾക്കുന്നില്ല. അങ്ങനെ ആ ഒരു ഫോണിൻ്റെ സൗണ്ട് കേട്ട് അവിടേക്ക് അശോകനാണ് വരുന്നത്. അങ്ങനെ അശോകൻ നോക്കുന്ന സമയത്ത് അതിൽ പ്രണവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഫോൺ എടുക്കുകയാണ് കേട്ടോ. പ്രണവ് ശിവു എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അശോകനാകെ ഞെട്ടിപ്പോവുകയും, ശിവു, ഞാൻ ശിവാനിയുടെ അച്ഛനാണ് എന്ന് പറയട്ടെ. അപ്പോൾ പ്രണവ് പെട്ടെന്ന് അങ്ങ് പതറിപ്പോവുകയാണ്. അങ്കിൾ,
എനിക്ക് ശിവാനിയോടൊന്ന് സംസാരിക്കണം, ഒന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, നീയും ശിവാനിയും തമ്മിൽ ഒരു ബന്ധവും ഇനി പാടില്ല എന്ന് നിന്നോട് പറഞ്ഞത് നീ മറന്നോ? ശിവാനിയെ നീ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയണം. അങ്ങനെ പറയരുത്, എനിക്ക് ശിവാനി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവളുടെ അച്ഛനായ ഞാൻ പറയുന്നു, അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കുക. നീ നിന്റെ വീട്ടുകാരെ എല്ലാവരെയും ഒരുപോലെ വിഷമിപ്പിച്ചിട്ട് എന്തിനാണ് ശിവാനിയെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്? അതുകൊണ്ട് നീ ചെയ്യുന്ന ഈ തീരുമാനം തെറ്റാണ് മോനെ എന്ന് പറയട്ടോ. അങ്കിൾ, നീ എന്ന് പറയുന്നത് കേൾക്ക്, എനിക്ക് ശിവാനി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എൻ്റെ വീട്ടുകാരല്ലല്ലോ, ഞാനല്ലേ ശിവാനിയെ നോക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെയും മനസമാധാനം കളഞ്ഞ് നീ എന്തിനാണ് ശിവാനിയെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്? നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ശിവാനിയെ നിനക്ക് തരാൻ എനിക്ക് സമ്മതമല്ല. അവളുടെ അച്ഛനാണ് പറയുന്നത്. അവളെ ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് അശോകൻ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ശിവാനി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. കതകിനോട് ചാരി നിന്ന് കേൾക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് എന്ത് അച്ഛനാണ്? എനിക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടാൻ പോകുന്നത്. അത് തടയുന്ന അച്ഛൻ എവിടെയുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ശിവാനി മനസ്സിൽ കരുതുന്നുണ്ട്, എത്ര തന്നെ തടഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ പ്രണവിനെ തന്നെ കല്യാണം കഴിക്കും, എന്നിട്ട് ആ നിധിയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്നൊക്കെ മനസ്സിൽ തീരുമാനിക്കുകയാണ്. അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് ശിവാനിയുടെ ഫോണിലേക്ക് വീണ്ടും കോള് വരികയാണ് കേട്ടോ. അപ്പോൾ അശോകനാണെങ്കിലോ നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടിട്ട് അവിടേക്ക് രേണുക വരികയാണ്. എന്നിട്ട് രേണുക ഫോൺ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ശിവാനിക്ക് ഒന്ന് കൊടുക്കുമോ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ, മോൻ കട്ട് ചെയ്യേണ്ട, ഞാൻ കൊടുത്തോളാം. ശിവാനിയെ അവളുടെ അച്ഛൻ റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ്, ഞാൻ എന്തായാലും അവിടേക്ക് ചെല്ലട്ടെ എന്ന് പറയാണ്. അങ്ങനെ ജനൽ വഴി രേണുക ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പ്രണവാണ് വിളിക്കുന്നത്. പ്രണവ് ഇവിടെ എത്തിയിട്ടുണ്ട്, നിന്നെ കൂട്ടിക്കൊണ്ടു പോവാനാണ് പ്രണവ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയാണ്. അമ്മ എങ്ങനെയെങ്കിലും ഈ ഡോർ ഒന്ന് തുറന്നു തായോ എന്ന് പറയണം. ഞാൻ നോക്കട്ടെ, നിൻ്റെ അച്ഛൻ നല്ല ഉറക്കത്തിലാണ്. നിൻ്റെ അച്ഛൻ ഉറങ്ങുന്ന തലയണയുടെ അടിയിലാണ് ആ ലോക്ക് വെച്ചിട്ടുള്ളത്, അതിൻ്റെ ചാവി വെച്ചിട്ടുള്ളത്. അത് ഞാൻ പോയി എടുക്കട്ടെ, എന്നിട്ട് നിന്നെ ഞാൻ തുറന്നു തരാമെന്ന് പറയാണ്. അങ്ങനെ ഫോണിലൂടെ രേണുക പറയാണ്, നീ അവിടെ തന്നെ നിൽക്കും മോനെ, ഞാൻ ശിവാനിയെ എത്രയും പെട്ടെന്ന് നിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് രേണുക സൗണ്ട് ഉണ്ടാക്കാതെ അശോകൻ ഉറങ്ങുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അശോകൻ്റെ തലയണയുടെ അടിയിൽ നിന്നും ചാവി എടുക്കുകയാണ്. അപ്പോഴൊക്കെ അശോകൻ നല്ല ഉറക്കത്തിലായിരിക്കും. എന്നിട്ട് ചാവി എടുത്ത് ശിവാനിയുടെ റൂം തുറക്കുകയാണ്. എന്നിട്ട് രേണുക കതക് അടച്ച ശേഷം, മോളെ, പ്രണവ് അവിടെ നിൽക്കുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് അവൻ്റെ കൂടെ പോവണം. നിൻ്റെ അച്ഛൻ ഉണരുന്നതിൻ്റെ മുന്നേ നീ അവൻ്റെ അടുത്തേക്ക് പോ എന്ന് പറഞ്ഞ് കുറച്ച് ഡ്രസ്സൊക്കെ പാക്കാക്കി കൊടുത്തിട്ട് ശിവാനിയെ പ്രണവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാം കേട്ടോ. അപ്പോൾ രേണുക കൈ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഒച്ചയുണ്ടാക്കാതെ രേണുക പ്രണവിൻ്റെ അടുത്തേക്ക് ആക്കുകയാണ്. അങ്ങനെ പ്രണവിനെ കണ്ടതോടുകൂടി ശിവാനി ഓടിപ്പോയിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. പ്രണവ് എന്നങ്ങ് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ. എന്തിനാണ് ശിവാനി നീ കരയുന്നത്? ഞാൻ വന്നില്ലേ, നമ്മൾ ഒന്നാവുക തന്നെ ചെയ്യും. ആര് തന്നെ തടഞ്ഞാലും നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പ്രണവ്, നമുക്ക് ആരും കൂടെയില്ല, അപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെ നമ്മൾ എവിടെ പോയി ജീവിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എൻ്റെ മനസ്സിലും കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് എന്ന് പറയണം. അപ്പോൾ എവിടെ പോയി ഒളിച്ചാലും ഗൗതം കണ്ടുപിടിക്കും, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് ശിവാനി പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വസുന്ധര മേഡത്തിനെ ഒന്ന് വിളിച്ചു നോക്കാം, എന്നിട്ട് മേഡത്തിനോട് കാര്യം പറയാം എന്ന് പറഞ്ഞ ശേഷം വസുന്ധരയ്ക്ക് ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വസുന്ധരയോട് കാര്യം പറയുകയാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ പ്രണവുണ്ട് എന്ന് പറയുമ്പോൾ വസുന്ധര ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. പ്രണവ് നിൻ്റെ അടുത്തോ? അപ്പോൾ അവൻ ഹൈദരാബാദിലേക്ക് പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രണവ് പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, ഞാൻ പോയില്ല, എന്നെ എന്തിനാണ് ഹൈദരാബാദിലേക്ക് പറഞ്ഞയക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാനുള്ള വിവേക ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ചാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ, നീ എവിടെ പോയി ഒളിച്ചാലും ഗൗതം കണ്ടുപിടിക്കും. അതിലും നല്ലൊരു ഉപായം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തന്നെ ചന്ദ്രബോസിന്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയട്ടെ. അപ്പോൾ പ്രണവാകെ ഞെട്ടിപ്പോവുകയാണ്. എന്താ ആൻറ്റി ഈ പറയുന്നത്? നമ്മുടെ ശത്രുവല്ലേ അയാൾ, ഞാൻ അവിടേക്ക് പോകുമെന്ന് പറയണം. അപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, ബിസിനസ്സിൽ മാത്രമാണ് CK ചന്ദ്രബോസ് നമ്മുടെ ശത്രുവായിട്ടുള്ളൂ, അല്ലാത്ത പക്ഷം അയാൾ നല്ലൊരു സുഹൃത്താണ്. നീ എന്തായാലും ശിവാനിയും കൂട്ടി അവിടേക്ക് പോയിക്കോ, അവിടെയാകുമ്പോൾ ഗൗതം നിന്നെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞ് പ്രണവിനെ CK ചന്ദ്രബോസിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പ്രണവും ശിവാനിയും കൂടി CK
ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വസുന്ധര CK ചന്ദ്രബോസിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും.